A very good morning, my dear students. Today, my topic is about regulatory framework of derivatives markets in India. The first step towards introduction of derivative trading in India was the promulgation of the Securities Laws Amendment Ordinance 1995. നമുക്ക് അറിയാം ആദ്യമായിട്ട് ഡെറിവേറ്റീവ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ അതിനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് നമ്മൾ ഡെറിവേറ്റീവ്സിൻ്റെ മാർക്കറ്റിനെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യൻ ഗവൺമെൻറ് ഒരു അമെൻമെൻറ്റ് കൊണ്ടുവരികയുണ്ടായി സെക്യൂരിറ്റീസ് ലോസ് ഓർഡിനൻസ് 1995 പ്രകാരം. ഇത് പ്രൊഹിബിഷൻ ഓൺ ഓപ്ഷൻസ് ഇൻ സെക്യൂരിറ്റീസിൻ്റെ ട്രേഡിങ്ങിനുള്ള പ്രൊഹിബിഷൻ പിൻവലിച്ചു കൊണ്ടിട്ടായിരുന്നു. അത് അന്ന് ചെയ്തിരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ദിസ് ഇസ് ബിക്കോസ് ദർ വാസ് നോ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ടു ഗവേൺ ട്രേഡിംഗ് ഓഫ് ഡെറിവേറ്റീവ്സ്. ആ ഒരു കാലഘട്ടത്തിൽ ഇതിന് വേണ്ടിയിട്ട് ഡെറിവേറ്റീവ് മാർക്കറ്റിന് വേണ്ടിയിട്ട് ഡെറിവേറ്റീവ് ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക് നമുക്ക് ഉണ്ടായിരുന്നില്ല. സോ അത് മനസ്സിലാക്കി സെബി സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ സെറ്റപ്പ് എ 24 മെമ്പർ കമ്മിറ്റി, ഒരു 24 പേഴ്സൺസ് പാർട്ടിസിപ്പൻസ് ഉള്ള ഒരു മെമ്പർ കമ്മിറ്റി ഉണ്ടാക്കി under the chairmanship of Dr. L.C. Gupta on November 18, 1996. ഡോക്ടർ L.C. ഗുപ്തയുടെ ചെയർമാൻഷിപ്പിൽ 1996 ഒരു അപ്രോപ്രിയേറ്റ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഫോർ ഡെറിവേറ്റീവ് ട്രേഡിംഗ് ഇൻ ഇന്ത്യ ഉണ്ടാക്കി. അപ്പോൾ ദ കമ്മിറ്റി സബ്മിറ്റഡ് ഇറ്റ്സ് റിപ്പോർട്ട് ഓൺ March 17, 1998. കമ്മിറ്റി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തു March 17, 1998. സോ ഈ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് നമുക്ക് സെക്യൂരിറ്റീസിൻ്റെ ട്രേഡിങ്ങിനോടൊപ്പം തന്നെ ട്രേഡിംഗ് ഓഫ് ഡെറിവേറ്റീവ്സിൻ്റെ ട്രേഡിങ്ങും കൂടി അവർ ഗവേൺ ചെയ്യാൻ തുടങ്ങി. സോ ഡീറ്റെയിൽസ് ഓഫ് മാർജിൻ സിസ്റ്റം, അതിനുള്ള എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ അവരത് ഡീൽ ചെയ്യും. പിന്നെ മെത്തഡോളജി ഫോർ ചാർജിങ് ഇനീഷ്യൽ മാർജിൻസ്, ദെൻ ബ്രോക്കർ നെറ്റ്വർക്ക്, ഡെപ്പോസിറ്റ് റിക്വയർമെൻറ്റ്, റിയൽ ടൈമിലുള്ള മോണിറ്ററിങ് റിക്വയർമെൻറ്റ്സിൻ്റെ എല്ലാം തന്നെ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാനായിട്ടാണ് റെഗുലേറ്ററി ഫ്രെയിംവർക്ക് ഓഫ് ഡെറിവേറ്റീവ്സ് കൊണ്ടുവന്നത് തന്നെ. സോ ഇൻ ഇന്ത്യ ഫോളോയിങ് ആർ ദ മേജർ റെഗുലേഷൻസ് ഫോർ ട്രേഡിംഗ് ഓഫ് ഡെറിവേറ്റീവ്സ്. അതിനു മുമ്പ് ഡെറിവേറ്റീവ് ട്രേഡിംഗ് കമേഴ്സ്ഡ് ഇൻ ഇന്ത്യ ഏത് വർഷമാണെന്ന് ശ്രദ്ധിക്കണം. ദാറ്റ് ഈസ് June 2000. June 2000 ഇന്ത്യയിൽ കമൻസ് ചെയ്തത്. സെബി ഗ്രാൻഡഡ് ദ ഫൈനൽ അപ്രൂവൽ ഓഫ് ദിസ് എഫക്റ്റ് ഓൺ May 2000. June 2000 കമൻസ് ചെയ്തെങ്കിലും സെബിയുടെ ഗ്രാൻഡ് കിട്ടിയത് May 2000 ആയിരുന്നു. ആൻഡ് സെബി പെർമിറ്റഡ് ദ ഡെറിവേറ്റീവ് സെഗ്മെന്റ്സ് ഓഫ് 2 എക്സ്ചേഞ്ചസ്, ദാറ്റ് ഈസ് NSE ആൻഡ് BSE, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആൻഡ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. സോ ഒരു ഓർഡിനൻസ് 1995 അമെൻമെൻറ്റ് വന്ന പ്രകാരം സെബി ഒരു 24 മെമ്പേഴ്സിൻ്റെ ഒരു കമ്മിറ്റി രൂപവൽക്കരിച്ചു. ഡോക്ടർ L.C. ഗുപ്തയാണ് അതിൻ്റെ ചെയർമാൻ ആയിട്ട് വന്നത്. ഇൻ ദ ഡേറ്റ് റിമെമ്പർ ചെയ്യുക, November 18, 1996, to develop appropriate regulatory framework for derivatives trading in India. So next we are moving to the major regulations for trading of derivatives. അതായത് ഈ റെഗുലേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് രണ്ട് തരത്തിൽ, അതായത് എക്സ്ചേഞ്ചസിന് ഒരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, സ്റ്റോക്ക് സെക്യൂരിറ്റി ചെയ്യാനായിട്ടൊരു റെഗുലേറ്ററി ഫ്രെയിംവർക്ക്, അതുപോലെ തന്നെ ബ്രോക്കേഴ്സിനൊരു ഫ്രെയിംവർക്ക്, അങ്ങനെയെല്ലാം ഓരോരുത്തർക്കും പ്രത്യേകം ഫ്രെയിംവർക്ക് ഇവിടെ റെഗുലേറ്ററി ഫ്രെയിംവർക്ക് L.C. ഗുപ്തയുടെ ഒരു ചെയർമാൻഷിപ്പിൽ അത് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോവാം. Any exchange fulfilling the eligibility criteria are prescribed in the L.C. Gupta Committee report may apply to SEBI for grant of recognition under Section 4 of the SER Act to start a trading in derivatives. ആദ്യത്തെ ദ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് സെഗ്മെന്റ് ഷുഡ് ഹാവ് എ സെപ്പറേറ്റ് ഗവേണിംഗ് കൗൺസിൽ. ആദ്യം അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡെറിവേറ്റീവ് എക്സ്ചേഞ്ച് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് സെഗ്മെന്റ്സ് എക്സാമ്പിളായിട്ട് നമ്മൾ NSE BSE സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഡെറിവേറ്റീവ് സെഗ്മെന്റ്സിന് അവർക്ക് സെപ്പറേറ്റ് ആയിട്ട് ഒരു ഗവേണിംഗ് കൗൺസിൽ വേണമെന്നാണ് അവർ പറയുന്നത്, റെഗുലേറ്ററി ഫ്രെയിംവർക്ക് പറയുന്നത്. ദെൻ clearing members shall be limited maximum of 40% of the total members of governing council. ആ ക്ലിയറിംഗ് മെമ്പേഴ്സിൻ്റെ ഷാൽ ബി ലിമിറ്റഡ്, അതായത് മൊത്തം ടോട്ടൽ മെമ്പേഴ്സ് ഓഫ് ദ ഗവേണിംഗ് കൗൺസിലിൻ്റെ 40% മാക്സിമം വരാൻ പാടുള്ളൂ ക്ലിയറിംഗ് മെമ്പേഴ്സ്.
ആൻഡ് വിൽ ഒബ്റ്റെയിൻ പ്രയർ അപ്രൂവൽ ഓഫ് സെബി. സെബിയിൽ നിന്നും പ്രയർ അപ്രൂവൽ വാങ്ങിച്ചിട്ടുള്ള മേജർ കണ്ടീഷൻസ് ഇവർ പറയുന്നത്. ദെൻ അടുത്തത് ദ എക്സ്ചേഞ്ച് ഷാൽ ഹാവ് മിനിമം 50 മെമ്പേഴ്സ്. എക്സ്ചേഞ്ചസിന് മിനിമം 50 മെമ്പേഴ്സ് എങ്കിലും ആ ഗവേണിംഗ് കൗൺസിലിൽ വേണമെന്നാണ്. The member of the derivative segment need to fulfill the eligibility conditions. ആ ഡെറിവേറ്റീവ് സെഗ്മെന്റ്സിൽ എൻ്റർ ചെയ്യുന്നവർ എല്ലാവരും തന്നെ LC ഗുപ്ത കമ്മിറ്റിയുടെ കീഴിൽ വരുന്ന എല്ലാ എലിജിബിലിറ്റി കണ്ടീഷൻസും ഫുൾഫിൽ ചെയ്തിരിക്കുന്നവരായിരിക്കണം. ദെൻ അടുത്തത് ദ ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് ഡെറിവേറ്റീവ് ട്രേഡ് ഷാൽ ബി ത്രൂ എ സെബി അപ്രൂവ്ഡ് ക്ലിയറിംഗ് കോർപ്പറേഷൻ ഹൗസ്. അതായത് ഡിസ്പ്യൂട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സെറ്റിൽമെന്റ്സ് ഓഫ് ഡെറിവേറ്റീവ്സ് നടക്കുന്നുണ്ടെങ്കിൽ അത് സെബി അപ്രൂവ്ഡ് ആയിട്ടുള്ള ഈ ക്ലിയറിംഗ് കോർപ്പറേഷൻ ഹൗസിലൂടെ മാത്രമേ ചെയ്യാനായിട്ട് പാടുള്ളതുള്ളൂ. അതാണ് 4ാമത്തെ കണ്ടീഷൻ അല്ലെങ്കിൽ റെഗുലേറ്ററി ഫ്രെയിംവർക്കിലെ മേജർ റെഗുലേഷൻ ആയിട്ട് പറയുന്നത്. ദെൻ 5th റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയുന്നത് ഡെറിവേറ്റീവ് ബ്രോക്കേഴ്സ് അഥവാ ഡീലേഴ്സ് ആൻഡ് ക്ലിയറിംഗ് മെമ്പേഴ്സ്. ഡെറിവേറ്റീവ് ബ്രോക്കേഴ്സ്, ഡീലേഴ്സ് അഥവാ ക്ലിയറിംഗ് മെമ്പേഴ്സ് they have to seek registration from SEBI. ഇവർ സെബിയിൽ നിന്നും രജിസ്റ്റർ ചെയ്യപ്പെട്ടവരായിരിക്കണം. This is addition to their registration as brokers of the existing stock exchanges. എക്സിസ്റ്റിംഗ് സ്റ്റോക്ക് എക്സ്ചേഞ്ചസിൽ അവർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിലും അതാത് എക്സ്ചേഞ്ചസുകൾ അവർ വീണ്ടും രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. The minimum network for clearing members of the derivatives shall be 3 crores. Minimum net worth of clearing members ന്റെ മിനിമം നെറ്റ് വർത്ത് ഇവർ പറയുന്നത് 3 കോടി എങ്കിലും അവർക്ക് മിനിമം ആയിട്ട് നെറ്റ് വർത്ത് ഉള്ളവരായിരിക്കണം. മേജർ കണ്ടീഷനാണ് അത്. ആൻഡ് ഇനി അവരുടെ അസറ്റ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? ക്യാപിറ്റൽ പ്ലസ് ആ വാല്യുബിൾ നോൺ അലവബിൾ അസറ്റ്സ് ഏതൊക്കെയാണ് വരുന്നത്? അതായത് ക്യാപിറ്റൽ പ്ലസ് ഫ്രീ റിസർവ്സ് കിട്ടുന്ന ആ നെറ്റ്വർത്തിൽ നിന്നും നോൺ അലവബിൾ അസറ്റ്സ് ആയിട്ടുള്ള ഫിക്സഡ് അസറ്റ്സ്, പ്ലഡ്ജ്ഡ് സെക്യൂരിറ്റീസ്, അൺലിസ്റ്റഡ് ആയിട്ടുള്ള സെക്യൂരിറ്റീസ്, ബാഡ് ഡെലിവറീസ്, ഡൗട്ട്ഫുൾ ഡെപ്റ്റ്സ് ആൻഡ് അഡ്വാൻസസ്, പ്രീപെയ്ഡ് ആയിട്ടുള്ള എക്സ്പെൻസസുകൾ, ഇൻടാഞ്ചിബിൾ അസറ്റ്സുകൾ ആൻഡ് 30% മാർക്കറ്റബിൾ സെക്യൂരിറ്റീസ്. ഇത്രയും ഉണ്ടെങ്കിൽ അതും കൂടി ഡിഡക്റ്റ് ചെയ്തിട്ട് ആണ് നമുക്ക് 3 crore നെറ്റ് വർത്ത് ഉണ്ടാവേണ്ടത് എന്നാണ് പറയുന്നത്. ദെൻ അഗെയിൻ 6th റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം കോൺട്രാക്ട് വാല്യൂ ഷാൽ നോട്ട് ബി ലെസ് ദാൻ 2 lakh. മിനിമം കോൺട്രാക്ട് വാല്യൂ 2 lakhൽ നിന്നും കുറഞ്ഞിട്ടുള്ള അതിനും താഴെയുള്ള കോൺട്രാക്റ്റുകൾ ഒന്നും തന്നെ ഡെറിവേറ്റീവ് മാർക്കറ്റ് ട്രേഡിങ്ങിൽ നമുക്ക് കോൺട്രാക്ട്സ് ചെയ്യാൻ സാധിക്കില്ല. And besides the minimum contract size, there is a stipulation for the lot size of the derivative contract. The lot size എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? It's a number of underlying securities in one contract. ഒരു കോൺട്രാക്റ്റിലുള്ള അണ്ടർലൈങ് സെക്യൂരിറ്റീസിനെയാണ് നമ്മൾ ലോട്ട് സൈസ് എന്ന് പറയണത്. അപ്പോൾ lot size of that individual security should be multiples of 100 and fractions. If any, should be rounded to the next higher multiple of 100. എപ്പോഴും മൾട്ടിപ്പിൾസ് ഓഫ് 100 ആൻഡ് ഫ്രാക്ഷൻസിലാണ് നമ്മൾ എന്ത് പറയേണ്ടത്? അണ്ടർലൈങ് സെക്യൂരിറ്റീസിൻ്റെ ലോട്ട് സൈസ് പറയേണ്ടത്. ഇനി 101 102 അങ്ങനെ ആണെങ്കിൽ ഇത് നെക്സ്റ്റ് 100 ആയിട്ടാണ് എടുക്കുകയുള്ളൂ, അല്ലാതെ നമുക്ക് പറ്റില്ല. എപ്പോഴും 100 വരെ ഒരു ലോട്ട് സൈസും ദെൻ അനദർ 100 ആണ് ഒരു ലോട്ട് സൈസ്. അങ്ങനെയാണ് സെക്യൂരിറ്റീസ് ഡെറിവേറ്റീവ്സിൽ ട്രേഡിങ് എടുക്കുക. അതിനിടയിലുള്ളത് നമുക്ക് അങ്ങനെ ചെയ്യാനായിട്ട് പറ്റില്ല. ദെൻ 7th one, the initial margin requirement linked to capital adequacy and margin demands related to the risk of loss. അതായത് ഇനീഷ്യൽ മാർജിൻ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൺട്രാക്റ്റിൽ നമ്മൾ എൻട്രി ചെയ്യുമ്പോൾ നമ്മൾ ഇനീഷ്യലായിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും. ആ ഇനീഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റിനെയാണ് നമ്മൾ ഇനീഷ്യൽ മാർജിൻ റിക്വയർമെൻറ്റ് എന്ന് പറയണത്. സോ ദ ഇനീഷ്യൽ മാർജിൻ റിക്വയർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ലിങ്ക്ഡ് ടു ദ ക്യാപിറ്റൽ അഡീക്വസി ആൻഡ് ദ ഡിമാൻഡ് റിലേറ്റഡ് ടു ദ റിസ്ക് ഓഫ് ലോസ് and prescribed by the SEBI exchange from time to time. So ഇത് SEBI exchangesന്റെ പ്രിസ്ക്രിപ്ഷൻസും അതുപോലെ ഡിമാൻഡ്സും അനുസരിച്ച് അല്ലെങ്കിൽ റിസ്ക് ഓർ ലോസ് ഓൺ ദ പൊസിഷൻ അനുസരിച്ച് ടൈം ടു ടൈം നമ്മൾ അതിനനുസരിച്ച് ചേഞ്ചസ് വന്നുകൊണ്ട് തന്നെ ഇരിക്കും, അത് അപ്ഡേഷൻ ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം എന്നാണ് നെക്സ്റ്റ് റെഗുലേഷൻ പറയണത്. ദെൻ 8th one, ബിക്കോസ് സെക്യൂരിറ്റീസ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പ്രൈസ് വൊളാറ്റിലിറ്റി കൂടുതലുള്ള ഒരു ഏരിയ ആയതുകൊണ്ടാണ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിൽ അതും കൂടി ഉൾപ്പെടുത്തിയത്. ദെൻ നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ LC ഗുപ്ത കമ്മിറ്റി.
സ്ട്രിക്റ്റ് ആയിട്ട് പറയണ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ യുവർ കസ്റ്റമർ വെൽ. കസ്റ്റമേഴ്സിനെ നിങ്ങൾ നന്നായി മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കോൺട്രാക്റ്റ് സൈൻ ചെയ്യുക എന്നുള്ളതാണ് LC ഗുപ്ത റിപ്പോർട്ട് ഒരു സ്ട്രിക്റ്റ് എൻഫോഴ്സ്മെന്റ് ഇറക്കിയേക്കുന്നത്. ദാറ്റ് ദ ക്ലയൻറ്റ് ഷാൾ രജിസ്റ്റേർഡ് വിത്ത് ദ ഡെറിവേറ്റീവ് ബ്രോക്കർ. ഡെറിവേറ്റീവ് ബ്രോക്കർ രജിസ്റ്റേർഡ് ആയിട്ടുള്ളവരായിരിക്കണം ഡെറിവേറ്റീവ് ബ്രോക്കേഴ്സ്. ആൻഡ് മെമ്പേഴ്സ് ആണെങ്കിലോ ക്ലിയറിംഗ് കോർപ്പറേഷൻ ഹൗസിലുള്ളവരായിരിക്കണം. ക്ലയൻറ്റ്സ് അവെയർ ആയിരിക്കണം റിസ്ക് ഇൻവോൾവ് ഇൻ ഡെറിവേറ്റീവ് ട്രേഡിംഗ്. അതുപോലെ തന്നെ റിസ്ക് ഡിസ്ക്ലോഷർ ഡോക്യുമെന്റ് വേണം. ആൻഡ് ഒബ്റ്റെയിൻ എ കോപ്പി ഓഫ് സൈൻഡ് ബൈ ദ ക്ലയൻറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രധാനപ്പെട്ട മേജറായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ മനസ്സിലാക്കിയിട്ട് റൂൾസ് ആൻഡ് റെഗുലേഷൻസിനെ കുറിച്ച് ഡോക്യുമെൻസിനെ കുറിച്ച് ക്ലിയർലി നോളജ് ഉണ്ടായിട്ട് വേണം. അല്ലെങ്കിൽ നിങ്ങളുടെ കസ്റ്റമേഴ്സിനെ എന്തായാലും മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ എൻ്റർ ചെയ്യാനായിട്ട്. ഡെറിവേറ്റീവ് കോൺട്രാക്റ്റിലേക്ക് അല്ലെങ്കിൽ ഡെറിവേറ്റീവ് ട്രേഡിങ്ങിലേക്ക് എൻ്റർ ചെയ്യണം എന്നാണ് LC ഗുപ്ത പറയുന്നത്. Got it? So these are the regulatory framework for derivative trading in India. ഇനി അടുത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റോക്കും അതുപോലെ തന്നെ സ്റ്റോക്ക് എക്സ്ചേഞ്ചും പാലിക്കേണ്ട എലിജിബിലിറ്റി കണ്ടീഷൻസ് ആണ് ഉള്ളത്. അപ്പോൾ സ്റ്റോക്ക് പാലിക്കേണ്ട എലിജിബിലിറ്റി കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയുന്നത് കാര്യം എന്ന് വെച്ചാൽ സ്റ്റോക്ക് ഷുഡ് ഫിഗർ ഇൻ ദ ടോപ്പ് 500 സ്റ്റോക്സ് ഇൻ ദ ആവറേജ് ഡെയിലി മാർക്കറ്റ്. അതായത് ഈ നമ്മൾ ഡെറിവേറ്റീവ് ട്രേഡിങ്സിൽ ചൂസ് ചെയ്യുന്ന സ്റ്റോക്സ് ടോപ്പ് എമംഗ് ദ 500 സ്റ്റോക്സ് ആയിരിക്കണം എന്നുള്ളതാണ്. ആൻഡ് നെക്സ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടീഷൻ ഫോർ എ സ്റ്റോക്ക് ടു ബി എലിജിബിൾ the medium quota sigma over the last 6 months should not be less than 1 lakh. മീഡിയം കോട്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാസ്റ്റ് 6 months എടുത്ത് നോക്കുമ്പോൾ ദ സൈസ് ലാസ്റ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1 lakh. 1 lakhലും കുറവ് വരാൻ പാടില്ല എന്നുള്ളതാണ്. ദെൻ മാർക്കറ്റ് വൈഡ് പൊസിഷൻ ലിമിറ്റ് ഇൻ ദ സ്റ്റോക്ക് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 50 crore. മാർക്കറ്റ് വൈഡ് പൊസിഷൻ 50 crore താഴെയാവാനും പാടില്ല. ദെൻ വീണ്ടും അടുത്തത് പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻ കോൺട്രാക്ട് ഓൺ എ ഇൻഡെക്സ് ക്യാൻ ബി ഇഷ്യൂഡ് ഓൺലി. ഫ്യൂച്ചേഴ്സും ഓപ്ഷൻ കോൺട്രാക്റ്റും ഇൻഡെക്സിൽ ഉൾപ്പെടുത്താം, പക്ഷെ എപ്പോൾ മാത്രം ഇഫ് 80% ഓഫ് ദ ഇൻഡെക്സ് കോൺസ്റ്റിറ്റ്യൂവൻസ് ആർ ഇൻഡിവിജ്വലി എലിജിബിൾ ഫോർ ഡെറിവേറ്റീവ് ട്രേഡിംഗ്. ആ ഇൻഡെക്സ് കോൺസ്റ്റിറ്റ്യൂവൻസിലെ 80% ഇൻഡിവിജ്വലി എലിജിബിൾ ആണെങ്കിൽ മാത്രം ഡെറിവേറ്റീവ് ട്രേഡിങ്ങിൽ എൻ്റർ ചെയ്യുക. ഇതാണ് സ്റ്റോക്സിൻ്റെ കേസസിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആയിട്ട് പറയുന്നത്. ഒന്നും കൂടി പറയാം. ദ സ്റ്റോക്ക് ഷുഡ് ഫിഗർ ഇൻ ദ ടോപ്പ് 500 സ്റ്റോക്സ് ആയിരിക്കണം. മീഡിയം കോട്ട സിഗ്മ ഓർഡർ എന്ന് പറയുന്നത് കഴിഞ്ഞ 6 months എടുത്ത് നോക്കുകയാണെങ്കിൽ ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 1 lakh എന്ന് പറയും. ദെൻ അടുത്തത് ദ മാർക്കറ്റ് വൈഡ് പൊസിഷൻ ലിമിറ്റ് ഇൻ ദ സ്റ്റോക്ക് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 50 crores. And last one, the futures and option contracts on an index can be included, but the 80% of the index are individually eligible ആയിരിക്കണം for derivative trading. So these are the major regulations for the stock, and we talk about today in today's class we talk about the regulatory framework for derivative trading in India. And Dr. LC Gupta on November 18, 1996 developed an appropriate regulatory framework for derivative trading in India. The major conditions we discussed, and then we discussed about the stock major condition or eligibility criteria to be included in the derivative trading. Okay, I hope that you will understand about the regulatory framework for derivative trading in India, and it is a very important question, and it is regularly asked in your university exam. So try to write in this order, that first you write the introduction that Dr. LC Gupta has started the committee, and NSC BSc has started it, and India following major regulations like this with numbers. തെറ്റാതെ തന്നെ അത് എല്ലാ കണ്ടീഷൻസും എഴുതിയിട്ടുണ്ടായിരിക്കണം. ദെൻ അടുത്തത് നിങ്ങൾ സ്റ്റോക്കിൻ്റെ എലിജിബിലിറ്റി കണ്ടീഷൻസ് പറയാം. ഇനി അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് ക്ലാസ് വി വിൽ ഡിസ്കസ് അബൌട്ട് ദ എലിജിബിലിറ്റി കണ്ടീഷൻസ് ഫോർ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ചസ്. അപ്പോൾ ഈ 3 കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കണം നിങ്ങളുടെ എസ്സേ പോകുന്നത്. ആദ്യം മേജർ കണ്ടീഷൻസ് റെഗുലേറ്ററി ഫ്രെയിംവർക്കിൻ്റെ, ദെൻ സ്റ്റോക്കിൻ്റെ കണ്ടീഷൻ, ദെൻ എക്സ്ചേഞ്ചിൻ്റെ കണ്ടീഷൻസ്. ഓക്കെ, ബൈ. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ.